തൃശ്ശൂർ ഒല്ലൂരിൽ വൻ ലഹരി മരുന്ന് വേട്ട 2.5 കിലോ MDMA ആണ് പിടികൂടിയത്. വിവരങ്ങളുമായി തിയോഫിൻ ചേരുന്നു. തിയോഫിൻ, എവിടെ നിന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത്? എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ? എത്ര കോടിയോളം രൂപയുടെ മയക്കുമരുന്നാണ് വിപണിയിൽ, എത്ര കോടിയോളം വരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയത്? സ്ഥലത്ത് വെച്ചാണ് ലഹരി വിരുദ്ധ സ്ക്വാഡും ഉള്ളൂർ പോലീസും ചേർന്ന് മയക്കുമരുന്ന് പിടികൂടിയത്. കാറിൽ കടത്തുകയായിരുന്നു മയക്കുമരുന്ന്. കാറിൽ നിന്നും 26 ഗ്രാം മയക്കുമരുന്ന് പിടിച്ചെടുത്തു. പിന്നീട് ഈ പ്രതിയുടെ ആലുവയിൽ ഇയാളുടെ ഫ്ളാറ്റ് ഉണ്ട്. ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിലാണ് ബാക്കി മയക്കുമരുന്ന് കൂടിയത്. അങ്ങനെ മൊത്തം 2.5 കിലോഗ്രാമോളം MDMA ആണ് പിടിച്ചെടുത്തത്. സംസ്ഥാനത്ത് അടുത്ത കാലത്തുണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ടയാണിത്. 1.5 കോടിയോളം രൂപ ഈ ലഹരി മരുന്നിന് വിപണിയിൽ വില വരുമെന്നാണ് പോലീസ് പറയുന്നത്. ഈ സംഭവത്തിൽ കണ്ണൂർ സ്വദേശിയായ ഫാസിൽ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ 500 മുതൽ 1000 രൂപ വരെ പ്രതി 1 ഗ്രാമിന് വില ഈടാക്കി വിൽപ്പന നടത്തിയിരുന്നു എന്നാണ് അറിയുന്നത്. ബാംഗ്ലൂരിൽ നിന്നുമാണ് കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിച്ച് വിൽപ്പന നടത്തിയിരുന്നത്. ഇയാൾ ആർഭാട ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് പ്രതി ഈ മയക്കുമരുന്ന് കച്ചവടം നടത്തിയിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം അതുപോലെ കുട്ടനല്ലൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ നിന്നും ലഹരി ഇതേ സ്ക്വാഡ് തന്നെ ബ്രൗൺ ഷുഗർ പിടികൂടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അടുത്ത കാലത്തുണ്ടായിട്ടുള്ളതിൽ ഇത് ഏറ്റവും വലിയൊരു മയക്കുമരുന്ന് വേട്ട. ഇയാൾക്ക് ലഹരി മരുന്ന് നൽകുന്നവരെ കുറിച്ചും ഇയാളുടെ കയ്യിൽ നിന്നും ലഹരി മരുന്ന് വാങ്ങുന്നത് ആരെല്ലാമാണ് എന്നതിനെ കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. തീർച്ചയായും ഇയാൾക്ക് പിന്നിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൂടി അറിയേണ്ടതുണ്ട്. കാരണം ഗ്രാം കണക്കിനാണ് ഈ MDMA ഒക്കെ വിൽപ്പന നടത്തുന്നത്. 2.5 കിലോ ആണ് പിടികൂടിയത്. ഇത് ഒറ്റയ്ക്ക് ഇയാളുടെ വാഹനത്തിൽ നിന്ന് 2.5 കിലോ കണ്ടെത്തുകയായിരുന്നോ, അതോ ഇയാളെ പിടികൂടിയതിന് ശേഷം നടത്തിയ പരിശോധനയിൽ ഇയാളുടെ വീട്ടിൽ നിന്നും ഫ്ളാറ്റിൽ നിന്നുമാണോ ഈ 2.5 കിലോളം വരുന്ന MDMA പിടികൂടുന്നത്? അജിംഷാദ് പോലീസ് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ കാറിൽ നിന്നും 26 ഗ്രാം MDMA ആണ് പിടിച്ചെടുത്തത്. 26 ഗ്രാമാണ് കാറിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ചോദ്യം ചെയ്യലാണ് പ്രതി ഇയാൾക്ക് ആലുവയിൽ ഒരു ഫ്ളാറ്റിലാണ് താമസം. ആലുവയിലുള്ള ഫ്ളാറ്റിൽ നിന്നുമാണ് ബാക്കി മയക്കുമരുന്ന് കണ്ടെത്തിയത്. കാറിലുള്ളതും ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയതും ഉൾപ്പെടെയാണ് 2.5 കിലോഗ്രാം MDMA വരുന്നത്. ഇതിനാണ് 1.5 കോടിയോളം രൂപ ഈ വിപണിയിൽ വില വരുന്നത്. വലിയ വിലയ്ക്ക് ഇയാൾ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ചില്ലറ വിൽപ്പന നടത്തുകയായിരുന്നു. ഗ്രാമിന് 500 രൂപ നിരക്കിലാണ് ഇയാൾ വിൽപ്പന നടത്തിയിരുന്നത്. അതായത് ഇത്ര വലിയ എമൗണ്ടിലുള്ള വലിയ അളവിലുള്ള MDMA സൂക്ഷിച്ചു വെക്കുകയും അതിനുശേഷം ചില്ലറ വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ഒരു വലിയ സംഘത്തിലെ കണ്ണികൂടിയാണ് ഇപ്പോൾ പിടിയിലായ ഫാസിൽ, അല്ലേ? അതാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇയാളുമായി ബന്ധമുള്ളവരെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. പോലീസിന്റെ ഒരു ബലമായ സംശയം വലിയൊരു മയക്കുമരുന്ന് ശൃംഖലയിലെ കണ്ണിയാണ് ഇയാൾ എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് മയക്കുമരുന്ന് ലഭിക്കുന്ന ഉറവിടത്തെക്കുറിച്ച്, ഫാസിലിന് മയക്കുമരുന്ന് ലഭിക്കുന്ന ഉറവിടത്തെക്കുറിച്ചും ഇയാളുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർ ഇയാളിൽ നിന്ന് ആരൊക്കെ മയക്കുമരുന്ന് വാങ്ങുന്നു എന്നതിനെക്കുറിച്ചും പോലീസ് കൂടുതൽ വിശദമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും തൃശ്ശൂർ ഒല്ലൂരിലാണ് വൻ ലഹരി മരുന്ന് വേട്ട. 2.5 കിലോളം വരുന്ന MDMA ആണ് പിടികൂടിയത്. ഒല്ലൂർ PR പടിയിൽ നിന്നും പുലർച്ചെയായിരുന്നു മയക്കുമരുന്ന് പിടികൂടിയത്. വിപണിയിൽ 1.5 കോടിയിലധികം രൂപ വില വരുന്ന മയക്കുമരുന്നാണ് ലഹരി വിരുദ്ധ സ്ക്വാഡും ഒല്ലൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. കണ്ണൂർ സ്വദേശി ഫാസിൽ, 36 വയസ്സുള്ള ഫാസിലിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളുടെ വാഹനത്തിൽ നിന്നും ആദ്യം 26 ഗ്രാമാണ് കണ്ടെത്തിയത്. പിന്നീട് അയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അയാൾ ഫ്ളാറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന ബാക്കിയുള്ള MDMA കൂടി പോലീസ് കണ്ടെടുക്കുന്നതും പിടിച്ചെടുക്കുന്നതും. സ്റ്റോക്ക് ചെയ്ത ശേഷം ബാംഗ്ലൂരിൽ എത്തിച്ച മയക്കുമരുന്ന് സ്റ്റോക്ക് ചെയ്ത ശേഷം ചില്ലറ വിൽപ്പന നടത്തുന്ന രീതിയാണ് ഫാസിൽ തുടർന്നു വന്നതാണ് പോലീസിൻ്റെ കണ്ടെത്തലിൽ ഇപ്പോൾ വെളിവാകുന്നത്. കൂടുതൽ അന്വേഷണത്തിലേക്കാണ് പോലീസ് പോകുന്നത്. ഇതിൻ്റെ വിവരങ്ങളാണ് തിയോഫിൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.